ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. വിഷ്ണു മോഹൻ്റെ സംവിധാനത്തിൽ ബിജു മേനോൻ പ്രധാന കഥാപാത്രമായി എത്തിയ കഥ ഇന്നുവരെ എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ലൈക്കും ചെയ്തേക്കുക. അപ്പം നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. ഇതൊരു ആന്തോളജിയാണ്. 4 കഥകൾ, 4 പ്രണയകഥകൾ ചേരുന്ന ഒരു ആന്തോളജി ഫിലിമായിട്ടാണ് നമുക്കിത് പറയാൻ കഴിയുക. ഈ കഥ ഇന്നുവരെ എന്ന് പറയുന്ന സിനിമ ഇത് 2018 ഇറങ്ങിയ കെയർ ഓഫ് കഞ്ചിറപ്പാലം എന്ന് പറയുന്ന ഒരു ഫിലിമിൻ്റെ റീമേക്കാണ് ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. ഇത് ഒരു 4 പ്രണയകഥകളെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് 4 പ്രണയകഥകളെന്ന് പറഞ്ഞാൽ 4 കാലഘട്ടത്തിലുള്ള 4 പ്രണയകഥകളാണ്. ഒന്ന് ഒരു സ്കൂളിലുണ്ടാകുന്ന വളരെ മനോഹരമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രണയം. മറ്റൊന്ന് കോളേജ് ലൈഫിലുണ്ടാകുന്ന ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഇൻ്റർകാസ്റ്റ് റിലേഷൻ വരുന്ന ഒരു പ്രണയം. അതിനുശേഷം ഒരു 30s കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിൽ ആ ഒരു പീരീഡിൽ വരുന്ന റിയാലിറ്റി അല്ലെങ്കിൽ എല്ലാ റിയലൈസേഷൻസും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രണയം. അതിനുശേഷം ഒരു ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ലേറ്റ് 40s അല്ലെങ്കിൽ early 50s വരുന്ന വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രണയം. ഈ ഒരു 4 പ്രണയകഥകളും സെപ്പറേറ്റായിട്ട് പറഞ്ഞു പോകാതെ വളരെ മനോഹരമായിട്ട് പാരലായിട്ട് നമ്മുടെ ഒട്ടും മുഷിമിപ്പിക്കാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ആ ഒരു കഥ പ്രോപ്പറായിട്ടത് പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് വിഷ്ണു മോഹൻ തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും പുള്ളിയുടെ തന്നെയാണ്. വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് പുള്ളി ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഒട്ടും മുഷിമിപ്പിക്കാത്ത രീതിയിൽ മനോഹരമായിട്ടാണ് പല കാലഘട്ടത്തിലുള്ള കഥകൾ ഒരു പാരലായിട്ട് തന്നെ പ്രോപ്പറായിട്ട് പറഞ്ഞു പോകുന്നത്. അവസാനം ഒരു പോയിന്റിൽ ഈ ഒരു ഫിലിം വന്ന് എൻഡ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റിൽ വന്നിട്ട് ഫിലിം എൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു എൻഡിങ് പോയിന്റ് എനിക്ക് അത്രയ്ക്കൊരു എന്താ പറയുക, എൻ്റെ ഒരു അക്സെപ്റ്റൻസ് ആയിട്ട് എനിക്കത് എത്രമാത്രം അക്സെപ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സെപ്പറേറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി, ബെറ്റർ ആയേനെ എന്ന് തോന്നുന്നു. ഓവറോൾ ഫിലിം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫീൽ ഗുഡായിട്ട്, അതായത് പ്രണയകഥകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ മനോഹരമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് സമയം നല്ലൊരു ഫീൽ ഗുഡ് മൂവി കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ഫിലിം തന്നെയാണ് കഥ ഇന്നുവരെ എന്നുള്ളത്. പെർഫോമൻസ് വൈസ് വരുമ്പോഴത്തേക്ക് ബിജു മേനോൻ ആസ് യൂഷ്വൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളി വളരെ നാച്ചുറലായിട്ടാണ് ഇത്തരത്തിലുള്ള റോളുകൾ ചെയ്യുന്നത്. പണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ മേഘമൽഹാർ, അതുപോലെ മഴ, അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ പണ്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുപോലെ വളരെ നാച്ചുറലായിട്ടാണ് പുള്ളി ഇതിലും പെർഫോം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരായിട്ട് ആ ഒരു കഥയിൽ കാണിക്കുന്നത് മേതിൽ ദേവികയാണ്. പുള്ളിക്കാരിയും വളരെ നാച്ചുറലായിട്ട് തന്നെ പുള്ളിക്കാരി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന് മുന്നേ നിഖില വിമലും അതുപോലെ അനു മോഹനും ഇവർ പേരായിട്ട് വരുന്ന ഒരു സ്റ്റോറി, അതായത് ഒരു കോളേജ് ലൈഫിൽ കാണിക്കുന്നത് ഇവർ തമ്മിൽ പേരായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇതിൽ സിദ്ദീഖും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്നത് ഹക്കീമും അതുപോലെ അനുശ്രീയുമായിട്ടുള്ള ഒരു 30s പ്രണയം. ആ ഒരു പ്രണയം അതും വളരെ വ്യത്യസ്തമായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് ആ ഒരു പാറ്റേൺ, അതായത് കൂടുതലും ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടാണ് ആ ഒരു സ്റ്റോറി കാണിക്കുന്നത്. ആ ഒരു സ്റ്റോറിയുടെ എൻഡിങ്ങും ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് തന്നെയാണ് ആ ഒരു സ്റ്റോറിയും എൻഡ് ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ട് എടുത്തിരിക്കുന്ന സ്റ്റോറീസാണ്. പെർഫോമൻസ് വൈസ് എല്ലാവരും വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദാണ്. അതുപോലെ സിനിമാറ്റോഗ്രഫി ബൈ ജോമോൻ ടിജോൺ. ഇവർ 2 പേരും കൂടെ വിഷ്ണു മോഹൻ, ഇവർ 3 പേരും കൂടെ ചേർന്നിട്ടാണ് സിനിമ പ്രൊഡ്യൂസും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രണയകഥകൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഒരു ഫീൽ ഗുഡ് ഫിലിം കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. OTTയിൽ എനിക്ക് തോന്നുന്നു Amazon പ്രൈമിൽ ഫിലിം സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ സിനിമയിൽ നിന്ന് കണ്ടു നോക്കുക. എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ കണ്ടിട്ട് ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് വീഡിയോയുടെ ഇടയിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.